ഹായ് സ്റ്റുഡൻസ്, ഈ സെക്ഷനിൽ നമുക്ക് കഴിഞ്ഞ സെഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ പ്രോബ്ലംസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. നമുക്ക് ഇതിനകത്ത് രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റിനില് എക്സ് വൈ രണ്ട് സെറ്റുകളാണുള്ളത്. അതിന് രണ്ടിന്റെയും യൂണിയനും ഇന്റർസെക്ഷനും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് ചെയ്തിട്ട് തന്നെ പോയേക്കാം. അപ്പൊ ക്വസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തിരുന്നേക്കാം. എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. രണ്ടും ഏത് ഫോമിലാണ്? റൂസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു 1, 3, 5 ആൻഡ് y ഈക്വൽ ടു സെറ്റ് 1, 2, 3. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ടിന്റെയും യൂണിയനും ഇന്റർസെക്ഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എക്സ് യൂണിയൻ വൈ. എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത്? എക്സിലും വൈയിലും ഉള്ള എല്ലാ എലമെന്റ്സും റിപ്പീറ്റ് ചെയ്യാതെ എടുത്തെഴുതുക. അപ്പൊ നമുക്ക് ആദ്യം എക്സിലെ എലമെന്റ്സ് എഴുതാം. 1, 3, 5. ഇനി വൈയിലെ എലമെന്റ്സ് എഴുതാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓൾറെഡി എക്സിൽ നിന്ന് എഴുതിയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും എഴുതേണ്ടതില്ല. 1 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 2 എഴുതിയിട്ടില്ല അല്ലെ? അപ്പോൾ നമുക്ക് 2 എഴുതാം. 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും എലമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ എന്തായി? എക്സ് യൂണിയൻ വൈ ആയി. ഇനി എക്സ് ഇന്റർസെക്ഷൻ വൈ. എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത്? എക്സിലും വൈയിലും പൊതുവായിട്ടുള്ളത് എക്സിലും ഉണ്ടായിരിക്കണം, വൈയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള എലമെന്റ്സിനെ മാത്രം നമുക്ക് ഇവിടെ എടുത്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ എലമെന്റ്സ് ആയിട്ട് നോക്കാം. 1 എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്. അപ്പൊ 1 നമുക്ക് എഴുതാം. 3 ഉണ്ട്, എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 3 എഴുതാം. 5 എക്സിലുണ്ട് പക്ഷെ വൈയിലില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 5 ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വൈയിലേക്ക് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇനി ഇല്ലാത്ത എലമെന്റ്സ് നമുക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 3 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിന്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സെറ്റും നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സെറ്റുകളെക്കാൾ വലുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആയിട്ടുള്ള ഒരു സെറ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞിരിക്കുമ്പോൾ സെറ്റ് ചെറുതാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് പാർട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കി. എ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. അതിനകത്തെ രണ്ട് സെറ്റുകളും ഏത് ഫോമിലാണ് തന്നിട്ടുള്ളത്? സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? അതിന്റെ കറസ്പോണ്ടിങ് റൂസ്റ്റർ ഫോം എഴുതിയതിനു ശേഷം മാത്രമേ നമുക്ക് യൂണിയനും ഇന്റർസെക്ഷനും എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിന്റെ കറസ്പോണ്ടിങ് റൂസ്റ്റർ ഫോം എഴുതാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എങ്ങനെയുള്ള എക്സുകളാണ്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആണ് ഇതിനകത്ത് നമുക്ക് എഴുതേണ്ടത്. നമുക്കറിയാം 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വരിക? 3 വരും, 6 വരും, 9, 12, 15 അല്ലെ? ഇതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരിക. തീർന്നോ? നമുക്കിതിവിടെ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇതിന്റെ റൂസ്റ്റർ ഫോം ഇതാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിന്റെ റൂസ്റ്റർ ഫോം എഴുതി. ഇനി ബി എന്ന് പറയുന്ന സെറ്റും സെറ്റ് ബിൽഡർ ഫോമിലാണുള്ളത്. അപ്പൊ അതിന്റെ റൂസ്റ്റർ ഫോം എഴുതാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എഴുതണം. അപ്പൊ ലെസ് ദാൻ എന്നുള്ളൂ, ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 6 അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 6 അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് എഴുതണം? 6നേക്കാൾ ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ എന്താണെന്ന് അറിയാലോ അല്ലെ? 1 മുതൽ എണ്ണൽ സംഖ്യകളാണ്, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. അപ്പൊ 1, 2, 3, 4, 5, 6 ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പൊ എയും ബിയും കിട്ടി. ഇനി നോക്കിക്കേ, എ ഒരു ഇൻഫിനിറ്റ് സെറ്റും ബി ഒരു ഫൈനൈറ്റ് സെറ്റുമാണ്. ബിയില് 5 മെമ്പേഴ്സ് ഉള്ളത് നമുക്ക് പറയാം, എയിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിന് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എ യൂണിയൻ ബിയും വേണം, എ ഇന്റർസെക്ഷൻ ബിയും വേണം. ഇനി എ യൂണിയൻ ബിയിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? എയിലുള്ളതും എഴുതണം, ബിയിലുള്ളതും എഴുതണം. എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഓർഡറിൽ എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ നമുക്ക് എന്താണെങ്കിലും എ യൂണിയൻ ബിയിലെ മെമ്പേഴ്സിനെ എഴുതി തീർക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. നോക്കിയാൽ നമുക്ക് ഒന്നാമത് ഏറ്റവും ആദ്യമേ ഏത് എഴുതാം? 1 എന്ന് പറയുന്ന മെമ്പർ എഴുതാം. 1 ബിയിലുണ്ട്. ഇനി 2 എഴുതണം. 3 രണ്ടിലുണ്ട്, അതുകൊണ്ട് 3 വേണം. പിന്നെ വേണ്ടതാണ് 4 വേണം,
5 വേണം, 6 വേണം അല്ലേ? 6 ഇവിടെ ഉണ്ട്. ഇനി ഏതാണ് വേണ്ടത്? അപ്പൊ 1 2 3 4 5 ഇതിനകത്ത് ബിയിലെ എല്ലാ മെമ്പേഴ്സും വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് 3യും 6ഉം നമ്മള് 3 ഓൾറെഡി ബിയിലുള്ളതായതുകൊണ്ട് ഇതിലൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി 6 അതിനുശേഷം വീണ്ടും വേണ്ടതാണ് 9 12 15 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ മനസ്സിലാവും. അതായത് ഫസ്റ്റ് 6 നാച്ചുറൽ നമ്പേഴ്സിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സെട്ര ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ എ യൂണിയൻ ബി ആയി. മനസ്സിലായോ? ഇനി എ ഇന്റർസെക്ഷൻ ബിയിൽ ഏതാണ് വേണ്ടത്? എയിലും ബിയിലും പൊതുവായിട്ടുള്ളത്, എയിലും ബിയിലും ഉള്ള മെമ്പേഴ്സിനെ മാത്രം എടുത്തെഴുതുക. നോക്കിക്കേ, ഇവിടെ നമുക്ക് എയിൽ 3 ഉണ്ട്, അത് ബിയിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യമേ 3 അങ്ങോട്ട് എഴുതാം. പിന്നെ ഈ എയിലുള്ളത് 6 ആണ് അല്ലേ? 6 നമുക്ക് പക്ഷേ ബിയിലില്ല, അതുകൊണ്ട് നമുക്ക് 6നെ ഉൾപ്പെടുത്താൻ പാടില്ല. ഈ 6നേക്കാൾ വലുതായിട്ടുള്ള ഒരു അംഗങ്ങളും നമ്മുടെ ബിയിലില്ല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കൂടി ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3. പ്രത്യേകിച്ച് ഒന്നുമില്ല, തന്നിരിക്കുന്ന രണ്ട് സെറ്റിന്റെ യൂണിയൻ ആണ് എടുക്കേണ്ടതെങ്കിൽ ആ 2 സെറ്റിലെ എല്ലാ അംഗങ്ങളെയും റിപ്പീറ്റ് ചെയ്ത് എടുത്തെഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിയൻ കിട്ടും. ഇനി ഇന്റർസെക്ഷൻ ആണ് വേണ്ടതെങ്കിൽ രണ്ടിനും പൊതുവായിട്ടുള്ളതിനെ എടുത്തെഴുതുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നൊക്കെ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി, ബി ഈക്വൽ ടു സെറ്റ് എ ബി സി. 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെറ്റുകൾ ആദ്യം എടുത്തെഴുതാം. എ ഈക്വൽ ടു set AB, A comma B, B equal to set A B C. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് നോക്കിയേ, ഈസ് A സബ്സെറ്റ് ഓഫ് B, A ബിയുടെ സബ്സെറ്റ് ആണോ? A സബ്സെറ്റ് ഓഫ് B ആകണമെങ്കിലത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, എയില് 2 എലമെന്റ്സ് ആണുള്ളത്. ആ 2 എലമെന്റ്സ് എവിടെയുണ്ട്? ബിയിലുണ്ട്. Therefore we can say that A is a subset of B. അപ്പൊ നമ്മൾ അതിന്റെ കാര്യം എഴുതണം. A സബ്സെറ്റ് ഓഫ് B എന്ന് പറയണമെങ്കിലത്തെ കണ്ടീഷൻ ആണ് എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എയിൽ ആകെ 2 എലമെന്റ്സ് ആണുള്ളത്. ആ 2 എലമെന്റ്സ് എവിടെയുണ്ട്? ബിയിലുണ്ട്. Therefore we can say that A is a subset of B. അത് അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ A സബ്സെറ്റ് ഓഫ് B ആണ്. അപ്പൊ ഇത് ശരിയാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് A യൂണിയൻ B? എ യൂണിയൻ ബി എഴുതാൻ എങ്ങനെ ഇരിക്കും നോക്കാം. എ യൂണിയൻ ബി, അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചൊരു കാര്യം, എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബിയുടെ പ്രത്യേകത എന്തായിരിക്കും? നമുക്ക് എഴുതി നോക്കാതെ പറയാമെന്ന് നോക്കാം. എയിലുള്ളതെല്ലാം എവിടെയുണ്ട്? ബിയിലുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ബി ആണ് വലിയ സെറ്റ്. ബിക്കുള്ളിലാണ് എന്ത് കിടക്കുക? എ കിടക്കുക. അപ്പൊ എയുടെയും ബിയുടെയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കിട്ടുക? രണ്ടിലും കൂടെ ഉള്ളത് ഒരുമിച്ചിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് എ യൂണിയൻ ബി കിട്ടുക. എയിലുള്ളതെല്ലാം ഓൾറെഡി ബിയിലുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എ യൂണിയൻ ബിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ബിയിലുള്ള മെമ്പേഴ്സ് മാത്രമായിരിക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലുള്ളതും റിപ്പീറ്റ് ചെയ്യാതെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലുള്ളതും റിപ്പീറ്റ് ചെയ്ത് എടുത്തെഴുതുക. അപ്പൊ എയിലുള്ളത് എ കൊമ ബി, അത് രണ്ടും ബിയിലുണ്ട്. അതിനെ ഞാൻ ഇനി എഴുതേണ്ട ആവശ്യമില്ല. സി which is equal to A B C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? ബി എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? ബി തന്നെ കിട്ടുള്ളൂ. ഇനി നേരെ തിരിച്ച് എ ഇന്റർസെക്ഷൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നതെങ്കിൽ നമുക്ക് ഓർക്കേണ്ടത്, യൂണിയൻ എടുക്കുമ്പോൾ എപ്പോഴും വലിയ സെറ്റിലേക്കാണ് പോകുക എന്ന് ഓർക്കുക. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ സെറ്റിലേക്കാണ് വരിക എന്ന് ഓർക്കുക. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? രണ്ടിലും പൊതുവായിട്ടുള്ളതാണ് ഇന്റർസെക്ഷനിൽ വരിക. എയിലുള്ളതെല്ലാം എവിടെയുണ്ട്? ബിയിലുണ്ട് ഇവിടെ അല്ലെ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എയിലുള്ളതെല്ലാം ബിയിലുണ്ട്. അപ്പൊ എയിലുള്ളതെല്ലാം എക്കും ബിക്കും കോമൺ ആണെന്നാണ് അതിനർത്ഥം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് എന്തായിരിക്കും വരിക? നമ്മുടെ സെറ്റ് നമുക്ക് നോക്കാം. എ ഇന്റർസെക്ഷൻ ബിയിൽ നമ്മൾ എഴുതേണ്ടത് എയിലും ബിയിലും പൊതുവായിട്ടുള്ളത്. എ രണ്ടിലും പൊതുവാണ്, ബി രണ്ടിലും പൊതുവായിട്ടുണ്ട്. അപ്പൊ എയും ബിയും എഴുതി കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ആയി. നോക്കിക്കാൻ നമുക്ക് ഇത് എന്താണ് കിട്ടിയിരിക്കുന്നത്? എ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വൺ വേർഡ് വരാൻ സാധ്യതയുണ്ട്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാ. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, then എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആയിരിക്കും. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ യൂണിയൻ എന്ന് പറയുന്നത് വലിയ സെറ്റ് ആയിരിക്കും, ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ചെറിയ സെറ്റ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോളാ, 1 മാർക്കിന് ചോദിക്കാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു.
ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യനിൽ ഇതുപോലെ നമുക്ക് 3 സെറ്റുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 3 റിസൾട്ട്സ് വെരിഫൈ ചെയ്യാനാണ്. ഷോ ദാറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞ് ഈ രീതിയിൽ നമ്മളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെറ്റുകളെ നമുക്ക് എടുത്തെഴുതാം. A equal to set 3, 5, 7, 9, 11. ഒന്നാമത്തെ സെറ്റ്. B equal to set 7, 9, 11, 13. C equal to 11, 13, 15. ഇനി നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കാം. ഒന്നാമത് നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C is equal to A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C. ഇതാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഇന്റർസെക്ഷൻ അസോസിയേറ്റീവ് ആണ്. നമ്മളൊരു പ്രോപ്പർട്ടി എഴുതി വെച്ചായിരുന്നു അല്ലെ, ഇന്റർസെക്ഷന്റെയും യൂണിയന്റെയും ഒക്കെ പ്രോപ്പർട്ടി എഴുതിയപ്പം A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C is equal to A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C എന്ന് നമ്മൾ എഴുതി വെച്ചു. അപ്പൊ അതൊന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക, രണ്ടും ഈക്വൽ ആണ് എന്ന് കാണിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് വേണ്ടത് B ഇന്റർസെക്ഷൻ C ആണ്. B ഇന്റർസെക്ഷൻ C എന്ന് പറഞ്ഞാല് ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്. ബിയിലും സിയിലും കൂടെ കോമൺ ആയിട്ട് ഏതൊക്കെ ഉണ്ടെന്ന് എനിക്ക് 7 ബിയിലുണ്ട് സിയിലില്ല, 9 ബിയിലുണ്ട് സിയിലില്ല, 11 ബിയിലും ഉണ്ട് സിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് 11 എഴുതാം, 13 രണ്ടിലും ഉണ്ട്. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 11ഉം 13ഉം ആണ്. ഇനി എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താവും? ഈ എയും ഈ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്ന സെറ്റ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ, ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എയിലും ബി ഇന്റർസെക്ഷൻ സിയിലും കൂടി കോമൺ ആയിട്ട് എന്താണുള്ളതെന്ന് നോക്കാം. 3, 5, 7, 9 ഒന്നും ഇതിനകത്ത് ഇല്ല അല്ലെ? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ബി ഇന്റർസെക്ഷൻ സിയിൽ അതൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് രണ്ടിനകത്തുള്ളത് ഏതാണ്? 11 മാത്രമാണ് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരും. അപ്പം ഒന്നാമത്തേതിന്റെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിന്റെ LHS നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ RHS കണ്ടുപിടിച്ചിട്ട് അതും ഇത് തന്നെയാണ് കിട്ടുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A ഇന്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എയിലും ബിയിലും പൊതുവായിട്ട് വരുന്നത്, എയിലും ബിയിലും കൂടെ പൊതുവായിട്ട് വരുന്നത് നോക്കിയേ. 3ഉം 5ഉം ബിയിലില്ല, എയിലുണ്ട്. ഇനി 7ഉം 9ഉം 11ഉം എവിടെയുണ്ട്? എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം A ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 7, 9, 11. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ഈ സെറ്റ്, അതായത് A ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്ന A ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റും സിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, ഇതിനകത്ത് രണ്ടിനകത്തും പൊതുവായിട്ടുള്ളത് മാത്രം എടുത്തെഴുതുക. ഇവിടെ 7ഉം 9ഉം ഇവിടെ ഉണ്ട്, ആ രണ്ട് എലമെന്റ്സും സിയിലില്ല അല്ലെ? ഇനി ഇവിടെ നമുക്കുള്ളത് 11, അത് രണ്ടിനകത്തും ഉണ്ട്. 13ഉം 15ഉം ഇവിടെ ഇല്ല. ഇതിനകത്ത് എന്താണ് കിട്ടിയത്? A ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയിൽ നമുക്കുള്ളത് ഏത് തന്നെയാണ്? 11 എന്ന് പറയുന്ന ഒരു ഒറ്റ മെമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore we can conclude that is അല്ലെങ്കിൽ that is എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C is equal to A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C. അപ്പൊ ഇതാണ് വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് വെരിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഷോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് കണ്ടുപിടിക്കുക, രണ്ടും ഈക്വൽ ആണ് എന്ന് കാണിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് അതിന് കണ്ടുപിടിച്ചു, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് കണ്ടുപിടിച്ചു. രണ്ടും നോക്കി കഴിയുമ്പോൾ രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ യൂണിയൻ അസോസിയേറ്റീവ് ആണ് നൽകിയത്. A യൂണിയൻ B യൂണിയൻ C ഇസ് ഈക്വൽ ടു A യൂണിയൻ B യൂണിയൻ C. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? B യൂണിയൻ C കണ്ടുപിടിക്കണം. B യൂണിയൻ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എലമെന്റ്സ് എല്ലാം ബിയിലും സിയിലും ഉള്ളതെല്ലാം റിപ്പീറ്റ് ചെയ്യാതെ എഴുതുക. 7, 9, 11, 13.
ബിയിലെ എല്ലാം എഴുതി കഴിഞ്ഞു. 11ഉം 13ഉം ഓൾറെഡി എഴുതി കഴിഞ്ഞുകൊണ്ട് ഇനി സിയിൽ ഏതാണ് എഴുതാനുള്ളത്? 15 മാത്രം. അപ്പം ബി യൂണിയൻ സി എഴുതി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ആ എയിലും ഇതിലും ഉള്ളതെല്ലാം റിപ്പീറ്റ് ചെയ്യാതെ എടുത്ത് എഴുതി വെക്കുക. അപ്പൊ നമുക്കുള്ളത് നോക്കിയേ, 3, 5, 7, 9, 11 ഇത്രയും നമ്മുടെ എയിലെ മെമ്പേഴ്സ് ആണ്. അതിനകത്ത് 7, 9, 11 ഓൾറെഡി ബി യൂണിയൻ സിയിലുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ബാക്കി എന്തുകൂടി വേണം? 13, 15 ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എയും ബി യൂണിയൻ സിയും ഇതിന്റെ രണ്ടിന്റെയും കൂടെ യൂണിയൻ ആണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. ഇതിന് നമുക്ക് വേണമെങ്കിൽ 1 എന്ന് പേര് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി. എ യൂണിയൻ ബിക്ക് വേണ്ടി നമുക്ക് ആദ്യമേ എയിലുള്ളതെല്ലാം എടുത്തെഴുതാം. 3, 5, 7, 9, 11 ഇനി ബിയിലുള്ളതിൽ ഏതൊക്കെ എഴുതി കഴിഞ്ഞു? 7, 9, 11 എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് എന്തുകൂടി എഴുതിയാൽ മതി? 13 കൂടി എഴുതിയാൽ മതി. ഇപ്പൊ എ യൂണിയൻ ബി ആയി. ഇനി എന്താ വേണ്ടത്? എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? ഈ സെറ്റിന്റെ കൂടെ ഈ സെറ്റിന്റെ യൂണിയൻ എടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഈ സെറ്റിലെ എലിമെന്റ്സിനെ എഴുതാം അല്ലെ. 3, 5, 7, 9, 11, 13 ഇതിനകത്ത് എല്ലാ എലമെന്റ്സും എഴുതി കഴിഞ്ഞു. ഇനി ഇതിനകത്തുള്ള എഴുതിയാൽ മതി. 11ഉം 13ഉം ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്തും കൂടി ഉൾപ്പെടുത്തിയാൽ മതിയാവും? 15 കൂടി ഉൾപ്പെടുത്തിയാൽ മതിയാവും. അപ്പൊ ഇതിന്റെ നമുക്ക് RHS കിട്ടി കഴിഞ്ഞു. ഇതിന് നമ്മൾ 2 എന്ന് പേര് കൊടുക്കാം. നോക്കിക്കേ, ഇത് രണ്ടും സെയിം ആണെന്ന്. 3, 5, 7, 9, 11, 13, 15 അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ന്റെയും 2ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. therefore നമുക്ക് എന്ത് പറയാം? അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പറയാം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇങ്ങനെ കൺക്ലൂഷൻ എഴുതി വെക്കുക. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക് കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ വെരിഫൈ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മള് പ്രോപ്പർട്ടി പറഞ്ഞപ്പം നമ്മൾ വെൻ ഡയഗ്രം ഒക്കെ വെച്ച് ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലേ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ എന്തായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. മൂന്നാമത്തേത് എന്തായിരുന്നു? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് വേണ്ടത്? ബി യൂണിയൻ സി. ബി യൂണിയൻ സി നമ്മളൊന്ന് കണ്ടുപിടിച്ചായിരുന്നു, വായിച്ചു കളഞ്ഞു. എന്നാലും ഒന്നുകൂടെ കണ്ടുപിടിച്ചേക്കാം. ബിയിലെ എലമെന്റ്സിനെ ആദ്യമേ എഴുതാം. 7, 9, 11, 13 പിന്നെ സിയിലുള്ളത് 15 കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബി യൂണിയൻ സി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എയും ബി യൂണിയൻ സിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ. ഈ രണ്ട് എലമെന്റ്സ്, ഈ രണ്ട് സെറ്റുകളിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെ മാത്രം വേണം നമ്മൾ ഇവിടെ എഴുതാൻ അല്ലേ. അപ്പൊ നോക്കിക്കേ, എയില് 3 ഉണ്ട്, പക്ഷെ ബി യൂണിയൻ സിയിൽ 3 ഇല്ല അല്ലെ. 5 ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. 7ഉം 9ഉം 11ഉം രണ്ട് സെറ്റിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 7, 9, 11 ഇതിന്റെ ഇന്റർസെക്ഷന് നമുക്ക് ഉൾപ്പെടുത്താം. 13ഉം 15ഉം ഈ സെറ്റിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? സെറ്റ് 7, 9, 11. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ പോകുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്ക് എന്ത് വേണം? എ ഇന്റർസെക്ഷൻ ബി വേണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. 3ഉം 5ഉം എയിലുണ്ട്, പക്ഷെ ബിയിലില്ല. 7ഉം 9ഉം 11ഉം എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 7, 9, 11 ആണ്. ഇനി എന്താ വേണ്ടത്? എ ഇന്റർസെക്ഷൻ സി. എയിലും എയുടെയും സിയുടെയും കൂടെ ഇന്റർസെക്ഷനിൽ എന്താ വരിക നോക്കാം. എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാല് എയിലും സിയിലും പൊതുവായിട്ടുള്ളത്. എയിലും സിയിലും കൂടി പൊതുവായിട്ടുള്ളത് ഏതാ അവിടെ ഉള്ളത്? 11 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ 11 മാത്രമാണ് ഇതിനകത്ത് ഉള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടത് നോക്കിക്കേ. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ, സോറി, ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അതായത് ഈ രണ്ട് സെറ്റുകളുടെയും കൂടി യൂണിയൻ. ഈ രണ്ട് സെറ്റുകളുടെയും കൂടെ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എ ഇന്റർസെക്ഷൻ സിയിലെ എല്ലാ എലമെന്റ്സും എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്. അതുകൊണ്ട് ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ഇന്റർസെക്ഷനിൽ എന്തേ വരുള്ളൂ? യൂണിയനിൽ എന്തേ വരുള്ളൂ? യൂണിയൻ ആയിട്ട് ആ വലിയ സെറ്റാണ് വരുള്ളൂ. അപ്പൊ ഇത് തന്നെ വരുള്ളൂ.
അപ്പൊ നമ്മൾ അങ്ങനെ നോക്കണ്ട. എ ഇന്റർസെക്ഷൻ ബിയുടെയും എ ഇന്റർസെക്ഷൻ സിയുടെയും കൂടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ എലമെന്റ്സും റിപ്പീറ്റ് ചെയ്യാതെ എടുത്തെഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7, 9, 11. എ ഇന്റർസെക്ഷൻ ബിയിലെ എല്ലാം എഴുതി. 11 ആണ് ഇനി ഇവിടെ ഉള്ളത്. അത് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് 7, 9, 11. അപ്പൊ നമ്മൾ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലത്തേത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1ന്റെയും 2ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ? 7, 9, 11. ഇവിടെയും 7, 9, 11 ആണ് വന്നിട്ടുള്ളത്. therefore നമുക്ക് എന്ത് എഴുതാം? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അപ്പൊ ചിലപ്പം ഞാനിപ്പോ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ ചോദിക്കാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആണെന്ന് കാണിക്കാൻ ഈ ഒരു പർട്ടിക്കുലർ കേസിലാണ് കേട്ടോ. കാരണം എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ രണ്ടിനും കൂടെ യൂണിയൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി എന്നും കൂടി എഴുതിയാൽ മതിയാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ആൻസർ ചെയ്യാനുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതുപോലെ രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. സെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ബി സി ഡി ആൻഡ് y equal to set C D E F. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഒന്നാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ. എക്സിൽ നിന്ന് വൈ എന്ന് പറഞ്ഞ എക്സ് മൈനസ് വൈ, എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ആണ് വേണ്ടത്? എക്സിലുള്ളതും വൈയിലില്ലാത്തതുമാണ് വേണ്ടത്. ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സിലുള്ളതിൽ ഏതെങ്കിലും വൈയിലുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുക. ബാക്കി എക്സിൽ എന്തുണ്ടോ അത് വേണം എഴുതാൻ. മാറിപ്പോകരുത്. ഇവിടെ എ ബി സി ഡി ഉണ്ട്. സിയും ഡിയും ഇവിടെ ഉള്ളതുകൊണ്ട് ഈ സിയും ഡിയും ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കി എന്ത് എഴുതണം? എയും ബിയും എഴുതണം. അതിന്റെ കൂടെ അതിന് ഇവിടെ കുറച്ചും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വൈയിലുള്ളതും കൂടി എടുത്ത് എഴുതി വെക്കരുത്. എക്സിലുള്ളതിൽ നിന്ന് വൈയിലുള്ളത് ഒഴിവാക്കി ബാക്കി എക്സിൽ എന്തുണ്ടോ അത് മാത്രമേ എക്സ് മൈനസ് വൈയില് എഴുതാൻ പാടുള്ളൂ. ഈ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൈ മൈനസ് എക്സ് ആണ്. അപ്പൊ വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരുമായിരിക്കും? വൈയിലുള്ളത് ഏതെങ്കിലും എക്സിലുണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷം ബാക്കി വൈയിലുള്ളത് വേണം എഴുതാൻ. അപ്പൊ സിയും ഡിയും ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സിയും ഡിയും ഒഴിവാക്കിയിട്ട് ബാക്കി എന്താണുള്ളത്? ഇയും എഫും. ഇതാണെന്ത്? ഇതാണ് നമ്മുടെ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത്. ഇനി എന്തും കൂടി വേണം? എക്സ് ഇന്റർസെക്ഷൻ വൈ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ളത്. എയും ബിയും എക്സിലേ ഉള്ളൂ, വൈയിലില്ല. സിയും ഡിയും രണ്ടിലും ഉണ്ട്. ഇയും എഫും ആണെങ്കിൽ വൈയില് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് വരും? എക്സ് ഇന്റർസെക്ഷൻ വൈയില് വരിക സിയും ഡിയും ആയിരിക്കും. ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടെ എക്സ് മൈനസ് വൈയില് നമ്മൾ എന്താ? എക്സ് മൈനസ് വൈയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നതും വൈ മൈനസ് എക്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നതും സി ഡി ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറഞ്ഞായിരുന്നു. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ശരിക്കും എക്സ് ഇന്റർസെക്ഷൻ വൈ അങ്ങ് കുറച്ചാൽ മതി. അല്ലെങ്കിൽ വൈയിൽ നിന്ന് എക്സ് ഇന്റർസെക്ഷൻ വൈ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടുക? ഇതെന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ തന്നെയായിരിക്കും. ഇതെന്ന് പറയുന്നത് വൈ മൈനസ് എക്സ് തന്നെയായിരിക്കും എന്ന് ഒന്ന് ഓർത്ത് വെച്ചോളുക. രണ്ടിനകത്തും പൊതുവായിട്ട് വരുന്നതാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോളുക അല്ലെ? എക്സിലുള്ളതിൽ ഏതെങ്കിലും വൈയിലുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ ഒഴിവാക്കുക. എക്സിലുള്ളത് വൈയിലും വന്നാൽ നമ്മൾ അതിനെ എവിടെ എഴുതുക? ഇന്റർസെക്ഷനിലാണ് എഴുതുക. ഒരു കാര്യം മനസ്സിലിരിക്കട്ടെ, പ്രോബ്ലം ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ ചിലപ്പം വേറെ സെക്ഷനുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയും ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ച സെക്ഷനിൽ നിന്ന് നമ്മളോട് ചോദിക്കാം. ഇനി അടുത്ത സെക്ഷനിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.